ലക്ഷാധിപതി സ്ഥാനം കൈവിട്ട് ആഭരണ സ്വർണം. ഇറാൻ യുദ്ധം വില കൂട്ടുമെന്ന കണക്കുകൂട്ടൽ തെറ്റിച്ച് പവന് 99,480 രൂപയായി. ജനുവരി 29-ന് 1,31,160 എത്തിയ ശേഷമാണ് വെറും 7 ആഴ്ച കൊണ്ട് സ്വർണ്ണവില 25% ഇടിഞ്ഞത്. പവന് 99,480, ഗ്രാമിന് 12,435. വെള്ളി വിലയിലും ഇടിവ്. സർവകാല ഉയരത്തിൽ നിന്ന് 50% ഇടിഞ്ഞ് കിലോഗ്രാമിന് ഇപ്പോൾ 2,30,000. സ്വർണ്ണവില ഇടിവിനൊത്ത് മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം തുടങ്ങിയ ഓഹരികളിലും ഇടിവ് 7% വരെ. $1 കിട്ടാൻ 100 രൂപ വേണ്ടി വരുമോ? രൂപ സർവകാല താഴ്ചയിൽ. ഡോളറിന് 93 രൂപ 94 പൈസ. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടാൽ GDP വളർച്ച 4% വരെ ഇടിയാമെന്ന് മൂഡീസ് അനലറ്റിക്സ്. ഇന്ധനവില ഉയർന്നേക്കും. അതിനൊത്ത് ഭക്ഷ്യ യാത്രാ ചെലവും വർദ്ധിക്കും. വിലക്കയറ്റം രൂക്ഷമാവും. മുൻപൊരിക്കലുമില്ലാത്ത പ്രതിസന്ധിയെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ. തകർച്ചയുടെ വ്യാപ്തി കൂടി ഓഹരി വിപണി. സൂചിക ഇടിവ് 2%-ലേറെ. ഇറാൻ യുദ്ധം വേഗം തീരുമെന്ന പ്രതീക്ഷ മാറിയത്, രൂപയുടെ ഇടിവ്, എണ്ണവില ഷോക്ക്, വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം തുടങ്ങിയവ കാരണങ്ങൾ. പേറ്റന്റ് അവകാശ കാലാവധി കഴിഞ്ഞതോടെ ആർക്കും ഇറക്കാമെന്നായ സെമാഗ്ലൂറ്റൈഡ് മരുന്ന് പൊണ്ണത്തടി കുറയ്ക്കാനെന്ന പേരിൽ വ്യാപകമായി പുറത്തിറക്കുന്നതിന് കടിഞ്ഞാണിട്ട് ഔഷധ നിയന്ത്രണ അതോറിറ്റി. പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ധനം ബിസിനസ് മീഡിയ ഒരുക്കുന്ന 2ാമത് ഫാമിലി ബിസിനസ് കോൺക്ലേവ് ബുധനാഴ്ച കൊച്ചി ക്രൗൺ പ്ലാസയിൽ. കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബ ബിസിനസ് സാരഥികളും വിദഗ്ധരും ഒത്തുചേരും. തലമുറ മാറ്റത്തിനിടയിലും കുടുംബ ബിസിനസിന്റെ മുന്നേറ്റം സാധ്യമാക്കുന്നതിന്റെ തന്ത്രങ്ങൾ പ്രത്യേക ചർച്ചയാകും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.